ട്രംപ് ഇറാനോട് നടത്തുന്ന ഒരു നീക്കുപോക്ക് ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രയേലിനെ തന്നെ അതൊരു ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. കാരണം ട്രംപും ഇസ്രയേലും തമ്മിലാണ് എപ്പോഴും വലിയൊരു കൂട്ടുകെട്ടിൽ നിൽക്കുന്നത്. നമുക്കറിയാം, ഈ ഇറാനുമായിട്ട് ഇസ്രായേൽ ഒന്ന് കൊമ്പ് കോർത്ത് വന്നതാണ് തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ്. അപ്പോൾ ഈ നീക്കുപോക്ക് ഒരു പക്ഷേ കൂടുതൽ ഇസ്രായേലിന് ഏത് തരത്തിലായിരിക്കും? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു കത്തെഴുത്തുകാരൻ കൂടിയാണ്. അതിനങ്ങനെ എനിക്ക് തോന്നി ഒരു കത്തെഴുതണം. എഴുതിയത് ഖൊമൈനിക്കാണ്. ആയത്തുള്ള അലി ഖൊമൈനി, ഇറാൻ്റെ പരമാധ്യക്ഷൻ, പരമോന്നത നേതാവ്, മത നേതാവ് മാത്രമല്ല, ഇറാൻ്റെ അവസാന വാക്ക് അതാണല്ലോ ആയത്തുള്ള അലി ഖൊമൈനി. അദ്ദേഹത്തിന് എഴുതി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2016 അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങളുമായി എൻ്റെ മുൻഗാമിയായ ബറാക് ഒബാമ ഒപ്പിട്ടിരുന്ന ആണവ കരാർ ഞാൻ 18 അങ്ങ് റദ്ദാക്കിയല്ലോ. ഞാനിതാ പ്രായശ്ചിത്തം ചെയ്യാൻ പോകുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ആ കരാർ ഒന്ന് പൊടി തട്ടിയെടുക്കാം. അന്ന് 5 രാജ്യങ്ങൾ, അമേരിക്കയ്ക്ക് പുറമെ 5 രാജ്യങ്ങൾ കൂടി ചേർന്ന് ഇറാനുമായി എത്തിച്ചേർന്ന ഒരു ആണവ കരാറാണ്. അതനുസരിച്ച് ആണവ സമ്പുഷ്ടീകരണം, ഇറാൻ ആണവ ഫിസൈൽ മെറ്റീരിയൽ, യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ ഏതാണ്ട് 60% വരെ കേപ്പബിലിറ്റി എത്തി നിൽക്കുമ്പോഴാണ് ഇനി നിങ്ങൾ സമ്പുഷ്ടീകരണമായിട്ട് മുന്നോട്ട് പോകരുത്, വെപ്പൺ ഗ്രേഡിലേക്ക് നിങ്ങൾ കടക്കരുത്, ഞങ്ങൾ നിങ്ങൾക്ക് ചില ഉറപ്പുകൾ നൽകാം, നിങ്ങൾക്കെതിരെയുള്ള ഉപരോധങ്ങൾ പിൻവലിക്കാം, പ്രൊവൈഡഡ് യു കീപ് എവേ ഫ്രം പെർസ്യൂയിങ് ദ ന്യൂക്ലിയർ വെപ്പണൈസേഷൻ റൂട്ട് എന്നാണ് മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അത് ട്രംപ് മുൻ സർക്കാരിൻ്റെ കാലത്ത്, മുൻപ് 2018 ട്രംപ് തന്നെ പിൻവലിച്ചൊരു കാര്യം അതേ രൂപത്തിൽ ഒരിക്കൽ കൂടി ഒരു ഒലിവ് ഇലയുടെ രൂപത്തിൽ നീട്ടുകയാണ്. ഇതാ നമുക്ക് സമാധാനം, നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ഇത് വാങ്ങിപ്പിടിച്ച് നിങ്ങൾ വെപ്പണൈസേഷനിലേക്ക് നീങ്ങരുത്, നീങ്ങിക്കഴിഞ്ഞാൽ ഒരു അഗ്ലി സെനാരിയോ ഉണ്ടാകും. അത് ഇറാനോട് നൽകുന്ന ഒരു കൺസെഷൻ. ഇറാൻ്റെ താല്പര്യം അങ്ങനെയാണ് എന്ന രീതിയിൽ ട്രംപ് അങ്ങോട്ട് പറയുകയാണ്. ഇറാൻ്റെ താല്പര്യം എന്നാണ് ട്രംപ് അല്ല പറയേണ്ടത്, പക്ഷേ ട്രംപ് അത് പറഞ്ഞു വെക്കുകയാണ്. അതായത് എന്തിനും തൻ്റെ ഒരു കരസ്പർശം ഉണ്ടാകണം, തൻ്റെ ഒരു കയ്യൊപ്പുണ്ടാകണം, ലോക അജണ്ടകൾ നിശ്ചയിക്കുമ്പോൾ താനാകണം കേന്ദ്രബിന്ദു എന്ന ഒരു വാശി ട്രംപിനുള്ള പോലെ തോന്നുന്നു. പക്ഷേ ഇതിന് പിന്നിൽ ഒരു വലിയ ദീർഘമായൊരു ചിന്തയുമുണ്ട്. ഇറാൻ എന്ന രാജ്യം ഇപ്പോഴും ശക്തം തന്നെയാണ്. ഇസ്രയേലിന് മാത്രമല്ല അലോസരമുണ്ടാക്കുന്നത്, പേർഷ്യൻ ഗൾഫ് മേഖലയിലെ എണ്ണ വ്യാപാരം തീർച്ചയായും ഇറാൻ്റെയും കൂടെ ഒരു ശാന്തതയെ ആസ്പദമാക്കിയിരിക്കും. അത് മാത്രമല്ല, ഇറാൻ തുടർച്ചയായി ചെങ്കടൽ മേഖലയിൽ ഹൂതികളിലൂടെ പ്രശ്നമുണ്ടാക്കുന്നു. ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെയും എല്ലാം കാലാകാലങ്ങളിൽ താങ്ങി നിർത്തിയ ശക്തി എന്ന നിലയിൽ ഇറാൻ്റെ ഷിയ അഡ്മിനിസ്ട്രേഷൻ, ഖൊമൈനിയുടെ നേതൃത്വത്തിലുള്ള മസൂദ് പെസഷ്കിയാൻ നയിക്കുന്ന ഇറാൻ തീർച്ചയായും ഒരു വിപത്ത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇറാനുമായി സൗഹൃദത്തിലായില്ല എങ്കിലും ഇറാനെ നിർവീര്യമാക്കിയാൽ നന്ന്. അങ്ങനെയെങ്കിൽ ഒരാൾ തയ്യാറാണ്, ഇടനില നിൽക്കാൻ ഒരാൾ തയ്യാറാണ്. അത് മറ്റാരുമല്ല, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പുടിനും സെലൻസ്കിയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടനില നിൽക്കാൻ ട്രംപ് തയ്യാറാകുന്നതിന് പകരമായി ഇറാൻ അമേരിക്ക ഇസ്രായേൽ പ്രശ്നത്തിൽ ഇടനില നിൽക്കാൻ, ഇടനില എന്നുള്ള വാക്ക് ഞാൻ ഏകപക്ഷീയമായി ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇടനില ആ ഒരു രീതിയിലല്ല, ഒരു പരമ്പരാഗത രീതിയിൽ ഇടനിലയല്ല, സാഹചര്യം ഒരുക്കൽ എന്ന നിലയിലാണ്. സെറ്റിംഗ്, ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക. അതിന് പുടിന് സഹായം ആവശ്യമായി വരും. പുടിനും ട്രംപും തമ്മിൽ നല്ല ബന്ധമാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നല്ല ബന്ധമാണ്. വ്ളാഡിമിർ പുടിനും ഇറാനിയൻ നേതൃത്വവും തമ്മിൽ നല്ല ബന്ധമാണ്. പല ആവർത്തി പെസഷ്കിയാൻ മോസ്കോയിൽ ചെന്ന് തിരിച്ചു വന്നു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ടെഹ്റാനിലെത്തി തിരിച്ചുപോയി. ഇത് വെറുതെ പോയതല്ല. കോന്തൻ കൊല്ലത്ത് പോയതുപോലെയോ പട്ടിച്ചന്തയിൽ പോയതുപോലെയോ അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോയതുപോലെയോ പോയതല്ല. വ്യക്തമായ ഗൈഡ് ലൈൻസോടുകൂടി, രാഷ്ട്ര നേതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി തന്നെയാണ് വിദേശകാര്യമന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിച്ചിരിക്കുന്നത്. അവരുണ്ടാക്കിയെടുത്ത ഒരു ധാരണ ഡൊണാൾഡ് ട്രംപിൻ്റെ അറിവോടുകൂടി തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇറാനും ഇപ്പോൾ ഒരു ഫേസ് സേവിങ് ആവശ്യമാണ്. ഇപ്പോൾ വലിയ തോതിലൊരു സംഘർഷത്തിലേക്ക് നീങ്ങാവുന്നൊരു അന്തരീക്ഷത്തിലല്ല, അവസ്ഥയിലല്ല ഇറാൻ. അമേരിക്കയാണെങ്കിലും ശരി, ഈ പറയുന്നതല്ലാതെ ട്രംപിൻ്റെ കാലത്ത് ഒരൊറ്റ ബോംബ് പോലും മറ്റൊരു രാജ്യത്തെ പതിച്ചിട്ടില്ല എന്നതും ഈ പറയുന്നതല്ലാതെ, കുരയ്ക്കൻ പറ്റി കടിക്കില്ല എന്ന ചിന്ത നമുക്ക് ഭംഗിയാന്തരേണ വേണമെങ്കിൽ പറയാം. വിരട്ടുകൊണ്ട് മാത്രം, വാചക കസരത്തും വിരട്ടും കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കണം. അപ്പോൾ പിടിച്ചു നിൽക്കാനാവണമെങ്കിൽ ബാക്കിപത്രമായി പുസ്തകത്തിൽ എന്തെങ്കിലും കാണിക്കാനുണ്ടാകണം. ഇതാ ഞാൻ
ഇറാൻ വിഷയത്തിലും ഇറാനെ ഉൾപ്പെടെ ഞാൻ നിർവീര്യമാക്കി എന്ന് ട്രംപിന് പറയണമെങ്കിൽ അങ്ങനെ മധ്യപൗരസ്ത്യ പ്രദേശത്തെ പരമാവധി ശാന്തത ഞാൻ കൊണ്ടുവന്നു എന്ന് പറയണമെങ്കിൽ ഇറാൻ കൂടെ ഒന്ന് സഹകരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ട് കത്തെഴുതുന്നത്. ഇറാൻ അപേക്ഷിച്ചതല്ല, ട്രംപ് അങ്ങോട്ട് കത്തെഴുതുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമുക്ക് ആണവ കരാർ വീണ്ടും മുൻകാലങ്ങളിൽ എത്തിയിരുന്നത് റഷ്യ, ചൈന, ഇറാൻ, യൂറോപ്പിൽ നിന്നും ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക, ഇത്രയും രാജ്യങ്ങൾ ചേർന്ന് ഇറാൻ്റെ ആണവ പദ്ധതി മുന്നോട്ട് പോകില്ല, അതിന് പകരമായി ഉപരോധം പിൻവലിക്കാം എന്ന ഉറപ്പ്. അത് ഒരിക്കൽ കൂടി അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. ഇപ്രാവശ്യം ഉറപ്പ് കൊടുക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഏകപക്ഷീയമായിട്ടാണ്. അതിന് യൂറോപ്യൻ സമൂഹത്തിന് പിന്തുണയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. റഷ്യയെ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. ചൈന എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ച് ട്രംപ് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് ഒരു വഴിയിൽ വ്യാപാര യുദ്ധം നടക്കുന്നു, മറുവഴിയിൽ ഇതുപോലെയുള്ള നയതന്ത്രപരമായ നീക്കങ്ങൾ നടക്കുന്നു. അപ്പോൾ ട്രംപ് എന്തിനും തയ്യാറാണ്. 1 ബലപ്രയോഗം, 2 നയതന്ത്ര നീക്കങ്ങൾ, 3 വ്യാപാര യുദ്ധം. എന്തിനും തയ്യാറായി നിൽക്കുന്ന ട്രംപിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ നമുക്കറിയാം, ഇറാനുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ ഇറാൻ ഇസ്രായേൽ ഏത് തരത്തിലേക്ക് കൊമ്പ് കോർക്കുമെന്നൊക്കെ നമ്മൾ കാത്തിരുന്നതാണ്. അത് ഏത് തരത്തിലത് മുമ്പോട്ട് കൊണ്ടുപോകും ഇവർ തമ്മിൽ? ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരിക്കലും ചേരില്ല എന്നത് അങ്ങാടി പാട്ടല്ലേ. ഒരിക്കലും അവർക്ക് ചേരാനാവില്ല. അത് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ആ പ്രദേശത്തെ ഒരു മേധാവിത്വത്തെ ഘടനാപരമായി എതിർക്കുന്നത് അറബി രാജ്യങ്ങളല്ല, മറിച്ച് നോൺ അറബി രാജ്യമായ എന്നാൽ മുസ്ലിം രാജ്യമായ ഇറാനാണ്. അപ്പം അതുകൊണ്ട് ഈ ഇസ്രായേലിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇറാനുമായി അമേരിക്ക നേരിട്ടൊരു കരാറിൽ ഏർപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിനത് വലിയ ബുദ്ധിമുട്ടാണ്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് ഇസ്രായേൽ എന്ന് ഓർക്കണം. ഇസ്രായേലിനെ താങ്ങി നിർത്തുന്ന സിംഗിൾ ലാർജസ്റ്റ് ഫാക്ടറും അമേരിക്ക തന്നെയാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ മൗനസമ്മതം ഇതിനില്ല എന്ന് പറയാനും ആവില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ വിഷയം തന്നെയാണ്. ഒരുപക്ഷെ ഈ വിഷയം, അവിടെയുള്ള ഗാസയിലെ വിഷയവും ഇസ്രായേലിൻ്റെ സമ്മതം ഉണ്ടാവണം. കാരണം ഇതൊന്നും രഹസ്യമല്ല. ഈ പറയുന്ന അന്താരാഷ്ട്ര കരാറുകളും ഹയസ്റ്റ് ലെവൽ ഓഫ് നെഗോസിയേഷൻസ് ഒന്നും തന്നെ രഹസ്യമാണ് എന്ന പ്രതീതി നമുക്കുണ്ടാകും. പക്ഷേ മുൻകൂട്ടി തന്നെ ഇസ്രായേലുമായി ഒരു അനൗപചാരികമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞങ്ങൾ അങ്ങോട്ട് കത്തെഴുതാൻ പോവുകയാണ്, ഞങ്ങൾ ഇറാനുമായി ഇടപെടാൻ പോവുകയാണ്, നിങ്ങൾ വേണമെങ്കിൽ 1-2 ചെറിയ പ്രസ്താവന നടത്തി, ഒരു ചെറിയ പ്രസ്താവന നടത്താവൂ, അമേരിക്കയെ തീവ്രമായി എതിർക്കുന്ന പ്രസ്താവന നടത്തി പുലിവാല് പിടിക്കരുത്, ഞങ്ങൾക്ക് തന്നെ ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായി വരും. ഇതൊക്കെ തന്നെയാണ് സമരക്കാരോട് നമ്മൾ പറയാറില്ലേ, നിങ്ങൾ ശമ്പളം കൂട്ടണമെന്ന് പറഞ്ഞ് ജീവനക്കാർ സമരം ചെയ്യാൻ പറയുന്നത് ആരാണ്? ജീവനക്കാരുടെ സംഘടനയിലെ മന്ത്രി തന്നെയാണ്. നിങ്ങളൊന്ന് സമരം ചെയ്താൽ ഞങ്ങൾക്ക് വാർത്താ പ്രാധാന്യം ഉണ്ടാകും, അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊന്ന് ശമ്പളം കൂട്ടിത്തരാൻ സാധിക്കും എന്ന് പറയുന്നത് പോലെയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. ഇപ്പം ജനങ്ങളെന്താണ്, തീവ്രമായ സമരത്തിലൂടെ മന്ത്രി ശമ്പളം കൂട്ടി അല്ല ഗവൺമെൻറ് ഉത്തരവിട്ടു എന്നല്ലേ പറയുന്നത്? അതുപോലെയുള്ളൊരു പ്രയോഗമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് അമേരിക്കൻ ഇൻട്രസ്റ്റ് ആൻഡ് ഇസ്രായേലി ഇൻട്രസ്റ്റ് ആർ ഓൾവേസ് സെയിം. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ നിലനിർത്താൻ കഴിയണം, ഇറാൻ അവിടെ ഉണ്ടാവണം. അത് അമേരിക്കയുടെ ആവശ്യമാണ്, ഇസ്രായേലിൻ്റെ ആവശ്യമല്ല, അമേരിക്കയുടെ ആവശ്യമാണ്. അവിടെ സംഘർഷം ഉണ്ടാകേണ്ടത് ആരുടെ ആവശ്യമാണ്? സംഘർഷമില്ലാത്തൊരു പശ്ചിമേഷ്യ, സംഘർഷമില്ലാത്ത പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് എന്താണ് പിന്നെ പ്രസക്തി? അമേരിക്കയുടെ താല്പര്യം എന്താണ്? അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ നിലനിൽക്കണം, ഇസ്രായേൽ നിലനിൽക്കണം, ഒരു ഭീതിയുടെ അന്തരീക്ഷം ഉണ്ടാകണം. എന്നാൽ ഞങ്ങൾക്ക് മാത്രമേ സമാധാനം സൃഷ്ടിക്കാനാവൂ എന്ന പ്രതീതി 2 പക്ഷത്തും ഉണ്ടാകണം. ഇത് അമേരിക്കയുടെ താല്പര്യമാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്നതിന് അങ്ങനെയും ചില അർത്ഥമാനങ്ങളുണ്ട് എന്ന് ട്രംപിനറിയാം. അതാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. ഈ ഇറാനിൽ നമുക്കറിയാം, ഈ സമീപകാലത്തായിട്ട് ഹിജാബിനെതിരെയൊക്കെ തന്നെ വലിയ പ്രക്ഷോഭ രീതിയിൽ 2022 മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ ട്രംപിൻ്റെയൊക്കെ ഇങ്ങോട്ടുള്ള ഒരു കയറ്റം ഉണ്ടാകുമ്പോൾ അവിടെ ഈ വക കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ലേ? ഒരു സിവിലൈസേഷണൽ യുദ്ധത്തിലേക്ക് ഇപ്പോൾ ട്രംപ് മാറിയിട്ടില്ല. അത് ട്രംപ് ആകപ്പാടെ ചെയ്ത ഇതിവിടെ ഒരു മതപരമായ വേഷഭൂഷാദികൾ, ആഹാര രീതികൾ, ഒരു സാംസ്കാരിക സംരക്ഷണം, അതൊക്കെയാണ് ഹിജാബ് സൂചിപ്പിക്കുന്നത്. അതാണ് ആഹാര രീതി, വസ്ത്രധാരണ രീതി, ഇതെല്ലാം തന്നെ. ഇവിടെ നയങ്ങളാണ് പ്രധാനം. ഇറാൻ എന്ന രാജ്യം പരമ്പരാഗതമായി അമേരിക്ക വിരുദ്ധ നയമാണ്. ടെഹ്റാനിലെ എംബസിയിൽ, അമേരിക്കൻ എംബസിയിൽ അമേരിക്കയുടെ 1979 നൂറുകണക്കിന് നയതന്ത്രജ്ഞരെ, ജീവനക്കാരെ തടഞ്ഞു വെച്ചുകൊണ്ട് നടത്തിയ ബന്ദി നാടകം അന്ന് മുതൽ ഇസ്ലാമിക് റവല്യൂഷൻ എന്ന് നടന്നോ, അയത്തുള്ള ഖുമൈനി അധികാരത്തിൽ വന്ന അന്ന് മുതൽ തുടങ്ങിയ, ഈ ഖുമൈനി അല്ല അതിന് മുമ്പത്തെ ഖുമൈനി, അന്ന് മുതലുള്ള ഒരു പോരാട്ടം അത് മാറിയും മറിഞ്ഞു വരുന്നു.
അതുകൊണ്ട് ശാന്തത ഒരിക്കലും വന്നിട്ടില്ല, പക്ഷേ ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശാന്തതയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, ധാരണയെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ആ ധാരണ ഇറാനും കൂടി സ്വീകാര്യമാവുകയാണെങ്കിൽ ഇറാൻ ഇപ്പോൾ 360 കിലോഗ്രാമോളം സമ്പുഷ്ട യുറേനിയം ഉണ്ടെന്നാണ് പറയുന്നത്. വെപ്പൺ ഗ്രേഡാക്കി മാറ്റാൻ 60% സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞു. 90% സമ്പുഷ്ടീകരിക്കാനുള്ള വെപ്പൺ ഗ്രേഡാക്കി മാറ്റാനുള്ള സാങ്കേതികവിദ്യ ഇറാനുണ്ട്. അങ്ങനെയെങ്കിൽ ഏതാനും ബോംബുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാകും. ഒരിക്കൽ ആ വരം ഇറാന് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറാനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടായിട്ട് വരും. ഒരു യുദ്ധത്തിലേക്കും ആണവ യുദ്ധത്തിലേക്കും ഒക്കെ നീങ്ങുന്നത് മേഖലയ്ക്ക് മാത്രമല്ല അമേരിക്കയ്ക്ക് അത്ര ഗുണകരമാകില്ല. മറ്റ് ശക്തികൾ ഇടപെടും, 3ാം ലോക മഹായുദ്ധത്തിലേക്ക് വരും. അതിനു മുൻപ് തന്നെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ അവിടെ പറത്തിവിടാൻ വേണ്ടി സമാധാനത്തിൻ്റെ സ്വയം പ്രഖ്യാപിത ദൂതനായ ട്രംപ് ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.